പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഇന്ന് 4-ാം ദിവസം. ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യം. ദൂതൻ മറിയത്തോട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. മറിയം പ്രസവിച്ച കുഞ്ഞ് സാധാരണക്കാരനായിരുന്നില്ല, ലോകത്തിൻ്റെ രക്ഷകനായിരുന്നു. നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കാനും ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം കൊടുക്കുവാനും നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകാനും വന്ന രക്ഷകനായ യേശു. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം ഒരിക്കലും മനുഷ്യരുടെ നിലപാടുകൾ നോക്കിയല്ല തിരഞ്ഞെടുക്കുന്നത്. മറിയം സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു, എന്നാൽ ദൈവം അവളെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെയാണ് നമ്മളെയും ദൈവം കാണുന്നത്. നമ്മൾ ചെറുതാണെന്നോ കഴിവില്ലെന്നോ തോന്നിയാലും ദൈവത്തിന് നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. യേശു ജനിച്ചത് നമ്മൾക്ക് പുതുജീവിതം നൽകാനാണ്. ഭയം, വിശ്വാസം, നിരാശ ഇവയെല്ലാം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ മാറിപ്പോകും. മറിയം ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചതുപോലെ നമ്മളും വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് ദൈവം വാഗ്ദാനം ചെയ്താൽ അത് തീർച്ചയായും നടക്കും. യേശു വന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് നാം ഓരോ ദിവസവും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. കാരണം യേശു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ രക്ഷയുടെ ശക്തി നമ്മിലേക്ക് എത്തുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് മറിയത്തെ തിരഞ്ഞെടുത്തതുപോലെ ഓരോ ദിവസവും നിന്നിലുള്ള വിശ്വാസം കൂടുതൽ ആഴപ്പെട്ടുകൊണ്ട് നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.